ശരിക്കും അയാൾ ആരെയാണെന്ന കാത്തുനിന്നത്. സ്കോട്ട്ലാൻഡിനെതിരെയുള്ള നിർണായക മത്സരത്തിന് മുന്നോടിയായി ബ്രസീലിയൻ ടീം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഗാലറിക്ക് തൊട്ടു താഴെയായി ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഓരോ കളിക്കാർക്കും കൈക്കൊടുത്ത് ആവേശം പകർന്നത് അവരുടെയെല്ലാം മുൻ ഹീറോ, ബ്രസീലിയൻ 10-ാം നമ്പർ ജേഴ്സിയിൽ നിറഞ്ഞാടിയ ആ വിശ്വമാന്ത്രികൻ റൊണാൾഡിഞ്ഞോയായിരുന്നു. പക്ഷേ അദ്ദേഹം ശരിക്കും കാത്തുനിന്നത് അവരെയൊന്നുമല്ലായിരുന്നു. ഫുട്ബോൾ എന്ന മാന്ത്രിക കലയിലെ തൻ്റെ പിൻഗാമി സാക്ഷാൽ നെയ്മർ ജൂനിയർ ഡാ സിൽവയെയായിരുന്നു അയാൾ ആവേശത്തോടെ അന്ന് കാത്തുനിന്നത്. നിരയിൽ അവസാനക്കാരനായി എത്തിയ നെയ്മറെ കണ്ടപാടെ ഇരുവരും കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ കാഴ്ചക്കാർക്കും അത് വൈകാരിക നിമിഷമായിരുന്നു. ആർത്തിരമ്പിയ ഗാലറിയോടൊപ്പം ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് ഈ പിന്തുണ നെയ്മറിന് ലഭിക്കേണ്ടത്? അതും തൻ്റെ വഴികാട്ടികളിലെ പ്രധാനിയിൽ നിന്നു തന്നെ. 3 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ട മഞ്ഞക്കുപ്പായത്തിലേക്ക് തിരിച്ചെത്തുന്ന തങ്ങളുടെ പ്രിയ അനിയൻ, ബ്രസീലുകാരുടെ പ്രിയ സുൽത്താൻ നെയ്മറിന് അത്രത്തോളം പ്രധാനപ്പെട്ട മാച്ചായിരുന്നു അതെന്ന് റൊണാൾഡിഞ്ഞോയും തിരിച്ചറിഞ്ഞിരിക്കണം. കുടുംബാംഗങ്ങളെ ചേർത്തു പിടിച്ചും കണ്ണ് നിറച്ച് കരഞ്ഞു കലങ്ങിയും അതയാൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ബ്രസീൽ ടീം കരുത്തരാണ്. പക്ഷേ നെയ്മറില്ലാത്ത ബ്രസീലിനെ ഇന്ന് ഒരാൾക്കും സങ്കല്പിക്കാൻ പോലും ആവുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം.